കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാത്രിയുടെ യാമങ്ങളിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. ഉറങ്ങാത്തവനെ മയങ്ങാത്തവനെ നമ്മളെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ പരിപാലനം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. വെളിപ്പാട് പുസ്തകത്തെ 3ആയിട്ട് വേർതിരിച്ചിരിക്കും. അതിലൊന്ന് നീ കണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത്. മൂന്നാമത് ഇനി സംഭവിപ്പാനിരിക്കുന്നത്. എന്താണ് നീ കണ്ടത് എന്ന് ചോദിച്ചാൽ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അവൻ്റെ ശ്രേഷ്ഠതയും മഹത്വത്തെയും തുടർന്നുള്ള സകല കാര്യങ്ങളും യോഹന്നാൻ കാണുകയാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഉള്ളത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് 2-3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 സഭയ്ക്കുള്ള ദൂതാണ്. എഫെസോസ് സഭ മുതൽ ലവോദിക്ക സഭ വരെയുള്ള 7 സഭയ്ക്കുള്ള ദൂത്. ഏഷ്യ മൈനറിൽ അന്നുണ്ടായിരുന്ന 7 സഭ, ആ സഭകൾക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ ആ സഭകൾക്ക് മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന സഭകൾക്കുള്ള ദൂതുമാണ്. അന്ന് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ. അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും 6-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഇനി സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടം, തുടർന്ന് നടക്കേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കും. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത കണ്ട സഭയെക്കുറിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ദൂത്, മേലാൽ സംഭവിപ്പാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള വെളിപ്പാട് ഈ പകൽക്കാലം, ഇന്നേ ദിവസം, വരുന്ന നാളുകളിലും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും ദൈഹികമല്ലാത്തതും ദൈഹികമായതും കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതും കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കേണ്ടതുമായ കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യം. വരുന്ന നാളുകളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനി സംഭവിപ്പാനിരിക്കുന്ന കാര്യം, കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നു. ഒരു മഹാപീഡന കാലഘട്ടമുണ്ട്, ശിക്ഷാവിധിയുണ്ട്, ഒരു പുത്തൻ യെരൂശലേം, ഒരു നിത്യഭവനം. അതിനെക്കുറിച്ചുള്ള ആഴമായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം യേശു കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് ജീവിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.